ഹായ് ഓൾ, ഏൺമാർക്ക് സ്റ്റഡി ഇൻ ബാംഗ്ലൂരിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ബാംഗ്ലൂരിലുള്ള ഒരു വലിയ കോളേജിലാണ്. മറ്റൊന്നുമല്ല, കൃപാനിധി കോളേജ്. നിങ്ങളൊക്കെ കേട്ട് പരിചയം ഉണ്ടാവും. കൃപാനിധി കോളേജ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കോഴ്സസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കം ഓൺ, ഫോളോ മീ. നമ്മളെ സ്റ്റുഡൻസിനുള്ള എല്ലാ ഡൗട്ട്സും ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനൊന്ന് വ്യക്തമായിട്ട് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായും നമ്മൾ കാണാത്തതിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എത്ര ആധികാരികമായിട്ട്. എന്തായാലും നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് കയറാം. ഏറ്റവും മോഡേൺ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു അഡ്മിഷൻ ബ്ലോക്കാണിത്. അക്കാഡമിക് ക്വാളിറ്റിയിൽ മികച്ച നിലവാരം പുലർത്തുന്ന ബെസ്റ്റ് കോളേജുകളിൽ ഒന്നാണ് കൃപാനിധി കോളേജ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് ഒക്കെ ഫില്ലാവുന്ന ഒരു കോളേജും കൂടിയാണ്. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ മാനേജ്മെന്റ് കോഴ്സായ BBA MBA കോഴ്സിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്. കോളേജ് ഓട്ടോണമസ് ആണ്. പക്ഷെ പഠിച്ചിറങ്ങുമ്പോൾ ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കേഷൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വരുന്നത് 2 MBA ഉണ്ട്. നോർമൽ MBA വരുന്നുണ്ട്, അത് കൂടാതെ വിത്ത് ഫോറിൻ ട്രിപ്പും വരുന്നുണ്ട്, പാക്കേജും വരുന്നുണ്ട്. മികച്ച സൗകര്യങ്ങളോടെയാണ് ഓരോ MBA ക്ലാസ് റൂമുകളും ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ MBAക്ക് പുറമെ സ്പെഷ്യലൈസ്ഡ് MBAയും ഈ ഒരു കോളേജിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് MBAയുടെ ക്ലാസ് റൂം. നിങ്ങൾക്ക് വേണ്ടി ടീം ഏൺമാർക്സ് ഇത് പകർത്തി നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സ്പെഷ്യലൈസേഷൻ HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്. നമുക്ക് ആഡ് ഓൺ കോഴ്സസും വരുന്നുണ്ട്. ബിസിനസ് അനാലിറ്റിക്സ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഇതൊക്കെയാണ് നമുക്ക് ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് വരുന്ന സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്. സ്റ്റുഡൻസിനോട് തന്നെ നമുക്ക് ഇവിടുത്തെ റിവ്യൂസ് ഒക്കെ ചോദിച്ചറിയാം. ഓക്കെ മാം, എന്താണ് പേരെന്താണ്? നിശാന. എവിടെയാ വീട്? എവിടെയാ വീട്? നാട്ടില് കണ്ണൂരില്. എന്താണ് ഇവിടെ MBA ചൂസ് ചെയ്യാൻ കാരണം? ഞാൻ +2 മുതൽ +1 മുതൽ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് കോളേജിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഫാക്കൽറ്റീസ് കാര്യങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, അടിപൊളിയാണ്. മൊത്തത്തിൽ ഹാപ്പിയാണ് നടത്തുന്നത്. അതെ, ഹാപ്പി. യുവർ നെയിം? Pragati. Yeah. From? I'm from Hoskote, proper Bangalore only. I've studied my PU degree and MBA. So this is my 7th year in Krupanidhi College. Okay. So this has been very comfortable college for me, and the education what they're providing is very good, and the infrastructure and teaching and everything is there. ഇനി നമുക്ക് കാണാനുള്ളത് നഴ്സിംഗ് ബ്ലോക്കാണ്. GNM BSc നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന നഴ്സിംഗ് ബ്ലോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ തന്നെ നമുക്ക് GNM അതിലെ BSc നഴ്സിംഗും വരുന്നത്. ഓക്കെ, നമുക്ക് GNM കോഴ്സ് വരുന്നത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ് GNM വരുന്നത്. നമുക്ക് BSc നഴ്സിംഗ് വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലാണ്. ഓക്കെ. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പഠിക്കുന്ന കോളേജിലെ നഴ്സിംഗ് ലാബാണ്. കൃപാനിധി കോളേജിലെ നഴ്സിംഗ് സെക്ഷനിലെ ലാബാണ് നിങ്ങൾ വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ എത്രത്തോളം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും ഡെപ്തിൽ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അവിടുന്ന് മനസ്സിലായി. ഈ കാണുന്നതാണ് വെർച്വൽ റിയാലിറ്റി ലാബ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വെർച്വലായിട്ട് ഒരു വസ്തുവിനെ ഏറ്റവും ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുതിയ ടെക്നോളജിയാണിത്. ഇതും ഇവിടെ വന്നു കഴിഞ്ഞു. അക്കാദമിക രംഗത്തെ നേട്ടങ്ങൾക്ക് പുറമെ കലാകായിക രംഗത്തും കോളേജ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ കർമ്മറാമ നമുക്ക് മെയിൻ ക്യാമ്പസ് വരുന്നത്. ഇവിടെ നമുക്ക് നഴ്സിംഗ്, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡിഗ്രി കോഴ്സസ് ഒക്കെ എവിടെയാണ് വരുന്നത്. കർമ്മറാമ നമുക്ക് വരുന്നത് ഡിഗ്രി മാത്രമേ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ചിരിക്കുന്ന ലൈബ്രറിയാണ്. ഇവിടെ നമ്മളെ മലയാളിയല്ലേ? അതെ. ഓക്കെ, നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്കാം. എന്താണ് കോളേജിനെ കുറിച്ചുള്ള എന്താണ്? കോളേജ് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഡിഗ്രി BCA ഫൈനൽ ഇയർ ആണ്. പിന്നെ ഇവിടെ ആഡ് ഓൺ കോഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് IBM ആണ്. അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് സർട്ടിഫിക്കറ്റിൽ കാണാം. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഓക്കെ. കൃപാനിധി കോളേജിൻ്റെ വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റൺവേ നേരെ എത്തിച്ചേരുന്നത് ഇവിടുത്തെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്ലാസ് റൂമിലേക്കാണ്. ഇവിടുത്തെ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റും തെറാപ്പി ബ്ലോക്കും നഴ്സിംഗ് ബ്ലോക്കും നേരത്തെ MBA ബ്ലോക്കൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനമായിട്ട് BCA ബ്ലോക്കും കൂടെ ഒന്ന് കണ്ടുവരാം. ഇതാണ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ BCAൻ്റെ ക്ലാസ് റൂംസ്. നമുക്ക് ഇവിടെ 8 സെക്ഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നത് BCA പ്രോഗ്രാമാണ്. അതേപോലെ നമുക്ക് ആഡ് ഓൺ കോഴ്സസും വരുന്നുണ്ട്. BCA വരുന്നത് ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ്. കോളേജ് ഓട്ടോണമസ് ആണ്.
എക്സാംസും കാര്യങ്ങളൊക്കെ കോളേജ് ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. സോ പഠിച്ചിറങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് കിട്ടുക BCA. നമുക്ക് ഈ ആഡ് ഓൺ കോഴ്സസ് കൊളാബറേറ്റ് ചെയ്തത് IBM ആയിരുന്നു. IBM ആണ് നമുക്ക് ഈ ആഡ് ഓൺ കോഴ്സസ് കൊളാബറേറ്റ് AI വിത്ത് പൈത്തൺ, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഇങ്ങനത്തെ വരുന്ന സ്പെഷ്യലൈസേഷൻ കൊളാബറേറ്റ് ചെയ്തത് IBM ആയിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാമ്പസ് ടൂറാണ്. ബാംഗ്ലൂരിൽ അഡ്മിഷൻ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ബാംഗ്ലൂരിലെ കാർമൽ റാമിലാണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തൊട്ടടുത്ത് കാർമൽ റാം റെയിൽവേ സ്റ്റേഷനും അവൈലബിൾ ആണ്. ബാംഗ്ലൂരിൽ അഡ്മിഷൻ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ടീം നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്യാമ്പസ് ടൂറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.